হ্যালো বন্ধুরা, আমি মোবারক আপনাদেরকে আজ একটা গুড নিউজ দিতে যাচ্ছি। যে নিউজটা শুনে আপনারা হতবাক হয়ে যাবেন। সেই নিউজটা আজ আমি আপনাদেরকে বলবো। মেসেজটা অত্যন্ত দেওয়া জরুরি বোধ করছি আমি। ന്യൂസ് ഹലോ আমাদের ഇന്ത്യൻ കേരള ബാസിന്ദ പ്രവാസ ജീവിതവും കുടുംബത്തിന്റെ പ്രാരാബ്ധവും മാറ്റണമെന്ന സ്വപ്നത്തോടെയാണ് 18 വർഷം മുമ്പ് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദിയിലേക്ക് എത്തിയത്. എന്നാൽ നിരപരാധിയായ അബ്ദുൾ റഹീം ചെയ്യാത്ത കുറ്റത്തിന് തടവിലായതോടെയാണ് കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടത്. മകൻ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും പലരെയും കണ്ടു. എംബസി വഴിയും രാഷ്ട്രീയക്കാർ വഴിയും പല നിവേദനങ്ങളും നടത്തി. കണ്ണീർ മാത്രമായിരുന്നു കുടുംബത്തിന്റെ വിധി. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഈ മാസം 16 മുമ്പ് മോചനദ്രവ്യമായി 36 കോടി രൂപയാണ് നൽകേണ്ടത്. ടൈം ഇപ്പോൾ അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 1.5 മാസം അത്രയേ ഉള്ളൂ. 1.5 മാസമേ അവർ ടൈമുള്ളൂ. കോടതി ഫൈനലാണ്. അതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം. അതിന് നമ്മളെ ലോക ജനത, മലയാളീസ് മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്, ഒരു കോഴിക്കോട്ടുകാർ മാത്രമല്ല, മൊത്തം എല്ലാവരും മറന്ന് എല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ഈ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതുവരെ അവർ മാപ്പ് തരാൻ തയ്യാറില്ലായിരുന്നു. അവരുടെ മകൻ മരിച്ചത് അതുപോലെ അവൻ്റെ ജീവനും അവിടെ പൊലിയണം, അങ്ങനെ രക്തം അവിടെ വെക്കണം എന്നുള്ള ഭയങ്കര വാശിയിൽ തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ അവിടുത്തെ KMCCയോടും നാഷണൽ ബാങ്കായിട്ട് അതുപോലെ അവിടുത്തെ രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഈ ചെറിയ ഗ്യാപ്പിൽ സംസാരത്തിൻ്റെ അവർ വക്കീൽ അവർ കുടുംബമായി സംസാരിച്ചതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് ഇന്ത്യൻ എംബസി കൊടുത്തത്. ഏകദേശം ഓക്കെയാണ്. ഇത്രയും സംഖ്യ നിങ്ങൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ മാപ്പ് നൽകാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എംബസി കൊടുത്തത്. എംബസി നമുക്ക് മെയിൽ തന്നു, ഇവിടുത്തെ സംഘടനക്ക് മെയിൽ അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത്. അതെ, നമ്മൾ അതൊക്കെ നിരന്തരം ഈ 2-3 വർഷം മുമ്പേ പൈസക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഇത്ര ആണെങ്കിൽ മാത്രം അതിലിങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നുള്ളതാണ് അവിടുത്തെ അവരുടെ വാശി തന്നെയാണ്. ഇതാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. ഇതോടെയാണ് ധനസമാഹരണത്തിന് ബോബി ചെമ്മണ്ണൂരിന്റെ ചാരിറ്റബിൾ സംഘടനയായ ബോച്ചെ ഫാൻസ് ഇന്റർനാഷണൽ രംഗത്തെത്തുന്നത്. തെരുവിലിറങ്ങി ധനസമാഹരണം നടത്തിയാണ് ബോച്ചെ പുതുവഴി കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ച ധനസമാഹരണ യാത്രയ്ക്ക് തുടക്കത്തിൽ തന്നെ വലിയ വരവേൽപ്പ് ലഭിച്ചു. തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച ധനസമാഹരണം കേരളത്തിന്റെ തെക്കേയറ്റം തുടങ്ങി വടക്കേയറ്റം വരെ ഓടി നിർത്തുമെന്നാണ് ബോച്ചെ വൺ ഇന്ത്യയോട് പ്രതികരിച്ചത്. 18 വർഷമായി ഒരു നിരപരാധി കുറ്റമൊന്നും ചെയ്യാതെ സൗദി ജയിലിൽ കിടക്കുകയാണ്. അത് ഈ 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ബോച്ചെ ഫാൻസും സംഘടനകളൊക്കെ ചേർന്ന് 4-5 കോടിയോളം പിരിച്ചിട്ടുണ്ട്. ഈ ബാക്കി പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള യാത്രയാണ്, ബോച്ചെ യാചക യാത്രയാണ്. ഇതിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന്, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊന്നും ഇടപെടാത്ത ഒരു വിഷയത്തിലേക്ക് താങ്കളുടെ ഈ ശ്രദ്ധ തിരിയുന്നു. താങ്കൾ ഇനി സജീവമായിട്ടാണ്. ഇത്രയും വലിയൊരു 34 കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടി. ഇത്രയും വലിയ സംഖ്യ ആരും മുമ്പോട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സപ്പോർട്ടോടുകൂടെ ബോച്ചെ ഫാൻസ് 1 കോടി കൊടുത്തു. ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് അറിയില്ല, നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും തരുന്നുണ്ട്, നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നല്ല പിന്തുണയാണ്. അതുകൊണ്ട് ഒത്തിരി സമയം വേണ്ടി വരുന്നു. ഇപ്പോൾ കോളേജിലാണ്, കാര്യവട്ടം ക്യാമ്പസിലാണ്, അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 16-ാം തീയതി എന്നുള്ളത് നീട്ടി കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 1 രൂപ ആണെങ്കിൽ ആ 1 രൂപ പോലും വളരെ വേണ്ടപ്പെട്ടത്. പിന്നെ 1 രൂപയാണെങ്കിൽ പോലും, കാരണം പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത്, അതുപോലെ മലയാളികൾ സഹകരിക്കും, തീർച്ചയായിട്ടും സഹകരിക്കും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ. തമ്പാനൂർ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിച്ചു. കാര്യവട്ടം ക്യാമ്പസിലേക്കുമെത്തി യാത്ര അങ്ങനെ തുടർന്നു. പണം നേരിട്ടും ഓൺലൈനിലൂടെയും നൽകാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ യാചകയാത്ര നടത്തുക. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, കോളേജുകൾ തുടങ്ങി എല്ലായിടങ്ങളിലും ബോബി ചെമ്മണ്ണൂർ നേരിട്ട് യാചകനായി എത്തിയാണ് പണം സ്വീകരിക്കുന്നത്. 2006 ഡിസംബറിലായിരുന്നു അനസ് എന്ന
കുട്ടിയുടെ മരണം. ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി 28ാമത്തെ ദിവസമായിരുന്നു സംഭവം. റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുൾ റഹ്മാൻ അൽ ഷാഹിരിയുടെ മകനായിരുന്നു അനസ്. 2006 ഗൾഫിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്. ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രമല്ല, അവിടെയുള്ളൊരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടീനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ യാത്ര, അവൻ്റെ പർച്ചേസിങ്, അവനെ കൊണ്ടെടുക്കുന്ന ഒരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെക്കിട്ട് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ എങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന് പറയും. അങ്ങനെ അതിനിടയിലാണ് 28ാമത്തെ ദിവസം, 28ാമത്തെ ദിവസമാണ് അവന് ജയിലിലായി എന്നുള്ള ഗൾഫിൽ നിന്നുള്ള ന്യൂസ് വരുന്നത്, ഫോൺ വരുന്നത്. അന്ന് മുതൽ 2006 28ാമത്തെ ദിവസം മുതൽ ഇന്നേക്ക് 17 വർഷം കഴിഞ്ഞു. 18ാമത്തെ വർഷമാണ്. ജയിലിലാണ്. 3 വട്ടം തലവെട്ടാൻ വിധിച്ചു. ഫൈനൽ വിധിയാണ് ഇപ്പോൾ വിധിച്ചത്. ഇനി അവനക്ക് അപ്പീലില്ല. രാജാവിൻ്റെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല വെട്ടും എന്നുള്ള ഇതിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കോടതി അവരിട്ട് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസലത്താക്കി അവർ പഞ്ചായത്ത് സംസാരിച്ചിട്ട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണമെന്നുള്ള ഒരു ടൈമാണിപ്പോൾ. ആ ടൈമിലാണ് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ 34 കോടിയോളം രൂപ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. 34 കോടി പിരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇവിടുത്തെ സർവകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മതസംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഈ സംഖ്യ പിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എല്ലാവരുടെയും സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ലോക ജനതയുടെ ആവശ്യം. ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹ്മാന്റെ কোഴിকোটে ওনার নাম আব্দুর রহিম। উনি একজন প্রবাসী ছিলেন। আজ থেকে 18 বছর আগে উনি সৌদিতে দামা এক জায়গায় কাজ করতেন। একটা ফ্যামিলিতে ড্রাইভার ছিলেন। তা উনি ওখানে 1 বছর কাজ করার পর ওনার সেই ফ্যামিলির এক বাচ্চার অসুবিধা, মানে অসুখ, শরীর খারাপ হয়। তা ওনাকে আইসিইউতে ভর্তি করানোর পর ওনাকে অক্সিজেন দেওয়া হয়েছিল বেশ কিছুদিন। অক্সিজেন ছিল। তারপর অক্সিজেন অবস্থায় উনি বাড়ি এসেছিলেন। বাড়িতে নিয়ে আসার পর ওখান থেকে বাড়িতে ওনাকে ট্রিটমেন্ট করা হতো। ট্রিটমেন্ট করার পর ওনাকে ড্রাইভিং করে নিয়ে যেত ডাক্তারের কাছে, আবার নিয়ে আসতো। এটা আব্দুর রহিমের কাজ ছিল। তা আব্দুর রহিম একজন কেরালার কোঝিকোটে ওনার বাড়ি। উনি খুব একজন সামান্য ফ্যামিলির, মানে একদম চিপ কোয়ালিটি ফ্যামিলির মানুষ। উনি একজন ড্রাইভার ছিলেন, সৌদিতে কাজ করতেন, প্রবাসী ভাই আমার। তা উনি 18 বছর আগে তা ওই বাচ্চাটাকে ডাক্তারের কাছে নিয়ে যেত, আবার নিয়ে আসতো। এইভাবে প্রতিদিন ও ফ্যামিলিও যেত, উনিও আসতো। একদিন হঠাৎ প্রচণ্ড পরিমাণে যখন ওই বাচ্চার শরীর খারাপ হয়, তখন ওই বাচ্চার মা বাবা ওনাকে আব্দুর রহিম ভাইকে বলেছিল যে আপনি ডাক্তারের কাছে নিয়ে যান, আপনি ওকে জলদি নিয়ে যান, নিয়ে গিয়ে ওকে ডাক্তারের চেক আপ করান, আমরা পরের গাড়িতে আসছি। তা আব্দুর রহিম ভাইজান ওনাকে ডাক্তারের কাছে যখন নিয়ে যেতে যখন বাচ্চাটা প্রচণ্ড পরিমাণে অসুবিধায় ভুগছিল, যখন কাঁপছিল আর কি, প্রচণ্ড পরিমাণ তীব্র ওর যন্ত্রণায় যখন কাঁপছিল, তখন বাচ্চাটার মুখে যে অক্সিজেন দেওয়া ছিল, অক্সিজেনটা যখন খুলে যায়, তখন আব্দুর রহিম ভাইজান গাড়িটা সাইড করে ওনার অক্সিজেনটা লাগাইতে গিয়ে বাচ্চাটা ডেথ হয়ে যায় স্পটেই। ওখানেই ডেথ হয়ে যাওয়ার পর যখন পেছনে ওনাদের গাড়ি আসছিল ফ্যামিলির, তখন এসে দেখে বাচ্চাটা মারা গেছে। তা সেই ফ্যামিলির মানুষ ওরা সেখানে প্রশাসনকে কেস করার পর যখন বলে আমার বাচ্চাটাকে মেরে ফেলেছে, আমার বাচ্চার জ্যান্ত ছিল। যখন আব্দুর রহিম ভাই যখন বললো না এই জন্যে মারা গেছে বাচ্চাটা, ডিটেলসটা উনি যখন খুলে বললো, হয়তো ডিটেলসটা আপনাদেরকে আমি বলতে পারছি না, অতটা টাইম নেই আমার কাছে। তবে নেক্সট ভিডিওতে আমি ডিটেলসটা আমি বলবো, আপনাদেরকে তুলে ধরার চেষ্টা করবো। তা আব্দুর রহিম ভাই 18 বছর আগে যখন ওই বাচ্চাটা যখন নিয়ে যাচ্ছিল, বাচ্চাটা যখন ওই রোডেই মারা যায়, তখন ওই আব্দুর রহিম ভাইয়ের নামে কেস করা হয়, কেসে দাখিল করা হয়। কেসে যখন বিভৎস হারে ওকে মানে ধরে নিয়ে যায়, তারপর ওকে কারাগারে বন্দি করে রাখে। কিন্তু একটা কথা ভালো করে মনে রাখবেন, 18 বছর আগে আব্দুর রহিম ভাইকে ওই কারাগারে নিক্ষেপ করেছিল। 18 বছর পর ওনাকে ফাঁসির সাজা দেওয়া হয়েছিল।
ঠিক আছে। আর এক অত্যন্ত একজন গরিব ফ্যামিলির মানুষ ছিল আব্দুর রহিম ভাই। তা ওনাকে 18 বছর পর যখন 18 বছর জেল খেটেছে, 18 বছর ওকে ছাড় দিননি, কারোর সঙ্গে দেখা করেনি, উনি অত্যন্ত ভীত হয়ে গেছিলেন এবং কাল ভয়ানকের সঙ্গে যুদ্ধ করেছে, একলা অন্ধকার কারাগারে উনি ছিলেন, অনেক কষ্ট করেছে। 18 বছর জেল খাটা মানে চারটিখানা ব্যাপার না একজন প্রবাসী ভাইয়ের পক্ষে, একজন গরিব ফ্যামিলি মানুষের পক্ষে। উনি ছিলেন ফ্যামিলির একজন হেড মেম্বার। ওনাকে 18 বছর আগে জেলে দেওয়া হয়, জেলের মধ্যে 18 বছর অন্ধকার কারাগারের মধ্যে তিনি একা দিন কত কষ্ট না সয়েছে। 18 বছর পর যখন তেনারা রায় দেয়, এক সপ্তাহের ভেতরে যদি 35 কোটি 47 লাখ যদি দিতে পারো তাহলে আব্দুর রহিমকে ছেড়ে দেবো। তার কেরালার ভাইরা এত অত্যন্ত সুদর্শনীয়, মানে ওরা যে কোনো মুহূর্তে মানুষের ঝুঁকি নিতে ওরা একটু দ্বিধাবোধ করে না, মানুষের হেল্পের জন্য ওরা তো এক্সপার্ট, মানে ওয়ার্ল্ড ফেমাস নাম্বার 1 এখন হয়ে গেছে। এক সপ্তাহের ভেতরে 45 কোটি টাকা ওরা জোগাড় করেছিল। তারপর সৌদির যারা প্রেসিডেন্ট, যারা শেখ, তারা তো হতবাক হয়ে গেছিল। এক সপ্তাহের ভিতরে 45 লক্ষ কোটি এক সপ্তাহের ভেতরে ওরা ম্যানেজ করে ফেললো। ওরা তো হতবাক। মানে এবার আপনারাই বলুন, একজন প্রবাসী ভাইয়ের পক্ষে 18 বছর জেল খাটা, বিনা বাড়িতে কথা বলা, বিনা কারোর সঙ্গে সাক্ষাৎ করা, এটা অসম্ভব ব্যাপার নয়? আপনারা অবশ্যই কমেন্টে জানাবেন, তাই না? একজন আব্দুর রহিম ভাইয়ের পক্ষে এটা অসম্ভব ব্যাপার ছিল। আর এটা যে ফ্যামিলিতে করা হয়েছিল, এটা কি সঠিক না ভুল, সেটা অবশ্যই আপনারা কমেন্ট করে জানাবেন। এবং আমার ভিডিওটি ভালো লাগলে অবশ্যই লাইক করবেন, এবং আমার চ্যানেলটি যারা নতুন দেখছেন, যারা সাবস্ক্রাইব করেননি, অবশ্যই আমার চ্যানেলটিকে সাবস্ক্রাইব করবেন এবং পাশে থাকা বেল আইকনে অবশ্যই ক্লিক করবেন, কারণ আমি নতুন ভিডিও যখন আপডেট করব অবশ্যই আপনাদের কাছে চলে যাবে। আর পরবর্তী খবর এখনও আপডেট হয়নি, অবশ্যই হলে আপনাদেরকে অবশ্যই তুলে ধরার চেষ্টা করব। তখন একটা কথা অবশ্যই আপনারা মাথায় রাখবেন, কখনো কোনো মানুষ যদি বিপদে পড়ে